നമസ്കാരം. കാണാൻ ഇത്തിരി കുഞ്ഞനാണെങ്കിലും ആരോഗ്യ ഗുണങ്ങളിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സുഗന്ധ വ്യഞ്ജനമാണ്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു വിത്താണ് നമ്മുടെ ജീരകം എന്നുള്ളത്. ജീരകം എന്ന് പറയുമ്പോൾ ക്യൂമിൻ സീഡ് അല്ലെങ്കിൽ നല്ല ജീരകം, ചെറിയ ജീരകം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ജീരകം തന്നെ നമുക്ക് പല രീതിയിൽ ഉപയോഗപ്പെടുത്താം. ഏറ്റവും നമുക്ക് റിസൾട്ട് കിട്ടുന്ന രീതി ഏതാണെന്നും ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതും ഇത് നമുക്ക് നമ്മുടെ ആരോഗ്യപരമായിട്ടും സൗന്ദര്യപരമായിട്ടും ഒക്കെ എന്തൊക്കെ ഗുണങ്ങൾ നൽകുന്നു എന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിലാക്കാം. ഡോക്ടർ സജിത ദേജിൻ, ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ പിടിപെടുക എന്നുള്ളത് വളരെ കോമൺ ആണ്. ഇത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയിട്ടോ, ട്രൈഗ്ലിസറൈഡ് കൂടിയിട്ടോ, ബ്ലഡ് പ്രഷർ കൂടിയിട്ടോ, ഫാറ്റി ലിവർ ഗ്രേഡ് 1 എങ്കിലും ഇല്ലാത്തവരായിട്ടൊക്കെ വളരെ ചുരുക്കം ആളുകളേ ഉള്ളൂ. അപ്പോൾ ഇത്തരം ജീവിതശൈലി രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാനും കൂടെ സഹായിക്കുന്ന ഒരു ഒറ്റമൂലിക്കൂട്ടാണ് എന്ന് വേണം ഇതിനെ പറയാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു വഴി, ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ഉപയോഗിക്കുക. 1 ടീസ്പൂണോളം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെറും വയറിൽ കുടിക്കുക. അതല്ലെങ്കിൽ നമുക്കിത് ഭക്ഷണത്തിന് ശേഷം അല്പമായിട്ട് അരമണിക്കൂറിന് ശേഷം കുടിക്കുകയൊക്കെ തന്നെ ചെയ്യാം. പലരും ചോദിക്കുന്ന ഒരു സംശയമാണ്, ഇത് ഉപയോഗിച്ചാൽ യൂറിനറി ഇൻഫെക്ഷൻ ബുദ്ധിമുട്ടുകളൊക്കെ വരില്ലേ എന്നുള്ളത്. ശരിയാണ്, ചെറിയൊരു ചൂട് സ്വഭാവം ഉള്ളതാണെങ്കിലും ഇത് നമ്മുടെ ശരീരത്തിന് അത്രയധികം ചുട്ടുപൊള്ളുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയോ ഇങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നം വരാനോ ഒക്കെ സാധ്യത വളരെ കുറവാണ്. പിന്നെ അത് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരളവിലല്ല ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിലും ഇത് ഒരു കഷായം രൂപത്തിൽ കുറുക്കിയെടുത്ത് ഒക്കെ തന്നെ വളരെ യെല്ലോയിഷ് കളറായിട്ട് മാറ്റി ആ ഒരു കോൺസെൻട്രേറ്റഡ് ഫോമിലാണ് നമ്മൾ കുടിക്കുന്നത് എന്നുണ്ടെങ്കിലൊക്കെയാണ് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുള്ളൂ. എങ്കിലും അങ്ങനെ വളരെ ചുരുക്കം ആളുകളിലെ അതൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ. ആ രീതിയിൽ നമ്മൾ നോർമലായിട്ട് അല്പം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്നുണ്ടോന്നും ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. ആദ്യം തന്നെ എടുത്തു പറയാൻ കാരണം ഇത് പലപ്പോഴായിട്ട് പല സംശയങ്ങളും പലരും ചോദിക്കുന്നത് കൊണ്ടാണ്. ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ നമ്മൾ ഉപയോഗിച്ച് വരുന്ന ഒന്നാണ്. ശരീരഭാരം കുറയ്ക്കാനും ചർമ്മ ആരോഗ്യത്തിനും ദഹന ആരോഗ്യത്തിന് അല്ലെങ്കിൽ രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണത്തിന്, ശരീരത്തിലെ നീര് കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ പൊട്ടാസ്യം, ഇരുമ്പൊക്കെ ഉള്ളതുകൊണ്ട് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നുമുണ്ട്. കൊഴുപ്പ് ഇല്ലാതാക്കാൻ സഹായിക്കുന്ന എൻസൈംസിൻ്റെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കാൻ കൂടെ ഒരു ഗ്ലാസ് ജീരകവെള്ളം കുടിക്കുന്നതുകൊണ്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോഴും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ദഹന സംബന്ധമായിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ്. ഗർഭിണികളിലോ അല്ലെങ്കിൽ മുതിർന്ന ആളുകളിലോ പോലും എപ്പോഴും നമുക്ക് ഏമ്പക്കം വരുന്നതോ വയറ് വീർത്ത് കിട്ടുന്നത് പോലെയോ ഗ്യാസ് നിറഞ്ഞിരിക്കുന്നത് പോലെയോ കീഴ്വായു ശല്യം, ഇങ്ങനെ ഒരുപാട് ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ടല്ലേ. അപ്പോൾ ഇതിനൊക്കെയുള്ള സൊല്യൂഷനാണ് ഇതുപോലെ ഒരു ഗ്ലാസ് ജീരകവെള്ളം കുടിക്കുക എന്നുള്ളത്. ജീരകവെള്ളത്തിൻ്റെ ഇത്രയേറെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാവണം മുൻപ് കാലത്തൊക്കെ ജീരകവെള്ളം കോമൺ ആയിട്ട് ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ പലപ്പോഴും അത് അന്യം നിന്ന് പോകുന്ന ഒരവസ്ഥയാണ്. അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കും ഇതുപോലെ ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റും. 4 പാർട്ട് ജീരകം, മുഴുവനായിട്ടുള്ള ജീരകവും അതുപോലെ തന്നെ ഒരു 2 പാർട്ടോളം ഡ്രൈ ജിഞ്ചർ അല്ലെങ്കിൽ ചുക്ക് എന്ന് അറിയപ്പെടുന്ന നമ്മുടെ ഇഞ്ചി ഉണക്കിയതുണ്ടല്ലോ അതും എടുക്കാം. അതുപോലെ 1 പാർട്ട് ഇന്ദുപ്പും കൂടെ ചേർത്തിട്ട് ഇത് 3ഉം കൂടെ എടുത്ത് നമുക്ക് നന്നായിട്ട് പൊടിച്ച് ഫൈൻ പൗഡറായിട്ട് എടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂണ് വീതം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. അത് ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന് കൂടെ തന്നെ വളരെ മൈൽഡായിട്ട് ലൂക്ക് വാം ആയിട്ടുള്ള നേരിയ ചൂടിലുള്ള വെള്ളം കൂടെ കുടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ ഉപയോഗിക്കുന്നത് കീഴ്വായു ശല്യമുള്ളവർക്ക് വളരെയധികം ഗുണം ചെയ്യും. അതുപോലെ നമ്മളൊരു 20 ഗ്രാം ഫ്രൈ ചെയ്തിട്ടുള്ള ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ജീരകം ഒരു 400 ml വാട്ടറിലൊക്കെ തന്നെ ഇട്ട് തിളപ്പിച്ചിട്ട് നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് തന്നെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൽ ഉണ്ടാവുന്ന GIT റിലേറ്റഡ് ആയിട്ടുള്ള ദഹന സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും മാറ്റാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സൊല്യൂഷനാണ്. ഒരു 50 ഗ്രാം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ഈ ക്യൂമിൻ സീഡ് നന്നായിട്ട് ഫൈനായിട്ട് പൊടിക്കുക. അതുപോലെ ഒരു 25 ഗ്രാം ജാഗരി അല്ലെങ്കിൽ ശർക്കരയും കൂടെ നമുക്കിങ്ങനെ ചീവി എടുക്കുന്ന രീതിയിൽ എടുത്താലും മതി. ഇത് നമുക്കൊരു 5 ഗ്രാം വലുപ്പത്തിലുള്ള ബോൾ പോലെ, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലേ കറുത്ത വട്ടോ അല്ലെങ്കിൽ ഗുഗുലു പോലുള്ള ഗുളികകളൊക്കെ പോലെ റൗണ്ടായിട്ട് ഉരുട്ടിയെടുക്കുകയാണ് വേണ്ടത്. ഇത് ഒരു പീരീഡ്സിന് എപ്പോഴും അസഹ്യമായിട്ടുള്ള വേദന അനുഭവിക്കുന്നവർക്കുള്ള ടിപ്പാണ്. പീരീഡ്സിൻ്റെ ഒരു 2 ദിവസം മുന്നേ മുതലേ ഇത് ഓരോ നേരമായിട്ട് നമുക്ക് കഴിച്ചു തുടങ്ങാം. ഈ 5 ഗ്രാമുള്ള ബോളാക്കി വെച്ചിട്ടുള്ള ഗുളികകൾ കഴിച്ചു തുടങ്ങാം. ഇത് പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്താലും ഒരു 3
ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക. ഇങ്ങനെ ചെയ്തു വന്നാലും ഇത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് മോര്, തൈരല്ല മോര് ഉപയോഗിക്കുന്നത് ഈ ഒരു പ്രശ്നത്തിനെ അപ്പാടെ മാറ്റാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇതുപോലെ ഒരു 5 ഗ്രാം ജീരകം എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 200 ml ശുദ്ധമായിട്ടുള്ള പാല് തിളപ്പിച്ചതും അതിലേക്ക് 400 ml വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് നമ്മുടെ പാലിൻ്റെ അതേ അളവ് ഒരു 200 ml ആക്കി വറ്റിച്ചെടുത്തിട്ട് അത് നമുക്ക് അതിലേക്ക് ഒരു 2 സ്പൂൺ വരെയൊക്കെ തന്നെ ജാഗരിയും കൂടെ ചേർത്തിട്ട് വെറും വയറിലൊക്കെ കുടിക്കാൻ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് വരുന്ന വളരെയധികം ക്ഷീണം ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുന്നതോ അമിതമായിട്ടുള്ള ദാഹം പ്രശ്നങ്ങൾ ഉള്ളവർക്കും അതുപോലെ ഗർഭിണികളിൽ ഉണ്ടാവുന്ന ആ ഒരു മോർണിംഗ് സിക്നസ് ഉണ്ടല്ലോ, നോസിയ, ബുദ്ധിമുട്ട്, ഛർദ്ദിക്കാൻ വരുന്നു എന്നുള്ള ഒരു തോന്നലും ഒക്കെ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡ്രിങ്ക് നല്ലതാണ്. ഇനി ചുമയുണ്ടെങ്കിൽ ഒരു 2 ഗ്രാം ഓളം വരുന്ന ജീരകത്തിൻ്റെയും സെയിം അളവിൽ തന്നെ കൽക്കണ്ടവും കൂടെ പൊടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് ചുമ ബുദ്ധിമുട്ടുകൾ, ആസ്മ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് നല്ലതാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഡയറിയ പ്രശ്നങ്ങളാണെങ്കിൽ ജീരകവും തൈരും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നത് നല്ലതാണ്. ഇനി അതുപോലെ ഈ ജീരകം തന്നെ ലൈം ജ്യൂസിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നത് നമുക്ക് പിത്തദോഷം കൂടിയിട്ടുണ്ടാവുന്ന തരം ഛർദി ഉണ്ടാവുമല്ലോ, അത്തരം കേസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണത്. ചക്ഷുക്ഷ്യം പവന ആത്മാന ഗുൽമശ് ഛർദി അതിസാരഹൃത് എന്നുള്ളത് ഇതിൽ തന്നെ പറയുന്നുണ്ട്. ഛർദിയിലായാലും അതിസാര പ്രശ്നങ്ങളിലായാലും ഒക്കെ തന്നെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്കും ഒക്കെ നമുക്കിതിനെ ഉപയോഗപ്പെടുത്താമെന്നുള്ളത്. ജീരകാരിഷ്ടം, ഹിംഗുവാഷ്ടക ചൂർണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇൻഡൈജഷൻ പ്രശ്നങ്ങൾക്ക് ഡോക്ടേഴ്സ് കുറിച്ച് കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഇതിലൊക്കെ തന്നെ ഈ ജീരകത്തിൻ്റെ ഒരു കണ്ടന്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത്തരം ഗുണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുന്ന അമിതമായിട്ടുള്ള ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടും കൂടെ ഇത് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ജീരകവെള്ളം കുടിക്കുന്നത് അമിതമായിട്ട് ഫാറ്റ് അടിഞ്ഞുകൂടുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാനും കൂടെ നല്ലതാണ്. പിന്നെ ലാക്ടേറ്റിംഗ് മദേഴ്സിന് അല്ലെങ്കിൽ പാലൂട്ടുന്ന അമ്മമാർക്കും ഇതൊരു നല്ല ഓപ്ഷനാണ് മുലപ്പാല് വർദ്ധിക്കാൻ വേണ്ടിയിട്ട്. ഈ ജീരകത്തിന് ചൂടാണ് എന്ന് പറഞ്ഞ് അതിനെ ഒഴിവാക്കുന്ന ചിലരുണ്ട്. അങ്ങനെയുള്ളവർക്കുള്ള ഒരു ആശ്വാസമാണ് നമുക്കിതിൽ മല്ലി കൂടെ ചേർത്തിട്ട്, മല്ലി ഹിമം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പേര്, കാരണം അത്രയേറെ തണുപ്പ് നൽകുന്നതായതുകൊണ്ട് മല്ലിയും ജീരകവും കൂടെ ഒരുമിച്ച് ചേർത്തിട്ട് ബോയിൽ ചെയ്തിട്ട് വെള്ളം കുടിക്കുന്നത് ഈ ഒരു പ്രശ്നത്തിനെ കുറയ്ക്കാൻ, ശരീരത്തിന് നല്ല ഒരു തണുപ്പേകാനും ഒക്കെ തന്നെ സഹായിക്കുന്നതാണ്. ഇതുപോലെയുള്ള ഡൈജഷൻ പ്രശ്നങ്ങൾ, ദഹന പ്രശ്നങ്ങളൊക്കെ മാറ്റാനും കൂടെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ജീരകം എന്നുള്ള ഒരു ചെറിയ സുഗന്ധ വ്യഞ്ജനം ഒരുപാടേറെ ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് കറികൾക്ക് ടേസ്റ്റ് കൂട്ടാൻ മാത്രമല്ല കേട്ടോ, അതുപോലെ നമ്മുടെ ടേസ്റ്റ് ബഡ്സിനെയൊക്കെ തന്നെ ഉത്തേജിപ്പിക്കാനും കൂടെ കഴിവുള്ളത് കൊണ്ട് തന്നെ നമുക്ക് രുചി എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടിയാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇനി സൗന്ദര്യപരമായിട്ട് നമുക്ക് എന്തിനു ഉപയോഗിക്കാം എന്നുള്ള സംശയം വന്നെങ്കിൽ അതിനുമുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്കിത് കുതിർത്ത് വെച്ചിട്ട് തൈരുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഫേസ് പാക്ക് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് മുഖക്കുരു പ്രശ്നങ്ങളൊക്കെ തടയാൻ നല്ലതാണ്. ഇനി ഇത് ഒരുപാട് നാൾ ഉപയോഗിക്കേണ്ടതാണെങ്കിൽ തലേ ദിവസം കുതിർത്ത് വെച്ച് അല്പം വെള്ളത്തിലോ റോസ് വാട്ടറിലോ കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം നന്നായിട്ട് അരിച്ചെടുത്തിട്ട്, അതായത് അടിച്ചെടുത്ത് പേസ്റ്റാക്കി അത് അരിച്ചെടുത്തിട്ട് അതിൻ്റെ ആ സത്ത് ഉപയോഗിച്ചിട്ട് അലോവേര ജെല്ലിൽ മിക്സ് ചെയ്തിട്ട് ഒരു ക്രീമായിട്ട് നമുക്ക് സൂക്ഷിച്ചു കഴിഞ്ഞാൽ തരി തരിയായിട്ട് നിങ്ങളുടെ നെറ്റിയിലും മുഖത്തൊക്കെ തന്നെ വരുന്ന ചെറിയ കുരുക്കൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്താൽ മതി. ജീരകം എന്നുള്ളത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് വളരെ നല്ലതാണ്. ശരീരത്തിലും തന്നെ നിങ്ങൾക്ക് അമിതമായിട്ടുള്ള നീരും ബുദ്ധിമുട്ടും വേദനയൊക്കെ ഉണ്ടെങ്കിൽ നേരിയ തോതിലെങ്കിലും അതിനെ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. അങ്ങനെ ആരോഗ്യ സൗന്ദര്യ മേഖലയിലും കൂടെ പിടിപാടുള്ള കക്ഷിയാണ് നമ്മുടെ ചെറിയ ജീരകം എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വിഷയമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.